ടാറ്റ ഹാരിയർ EV വാഗമണിൽ ആനപ്പാറയിൽ 34 ഡിഗ്രി ചെരിവൊക്കെ നിസ്സാരമായിട്ട് കയറുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയത്. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ടാറ്റ മോട്ടോഴ്സ് എന്തുമാത്രം വളർന്നിരിക്കുന്നു എന്ന്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് കാർ ടാറ്റയുടേതായിരുന്നു. അതിന് പിന്നിൽ ഒരു ഒന്നൊന്നര കഥയുമുണ്ട്. 90കളിൽ മാരുതി 800ഉം അംബാസിഡറും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയം. പക്ഷേ അതൊന്നും കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് കാറുകളായിരുന്നില്ല. അപ്പോഴാണ് രത്തൻ ടാറ്റ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായി ഒരു ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് കാർ നിർമ്മിച്ചുകൂടാ എന്ന്. അങ്ങനെ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കൊമേഴ്ഷ്യൽ കാർ പ്ലാന്റ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഒരു പ്ലാന്റ് തുടങ്ങാൻ അന്ന് ഏകദേശം 6000 കോടി രൂപ വേണം. അത് അന്ന് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ രത്തൻ ടാറ്റ അതിനും ഒരു നല്ല വഴി കണ്ടെത്തി. ഓസ്ട്രേലിയയിൽ പൂട്ടിക്കിടന്ന നിസാന്റെ ഒരു കാർ ഫാക്ടറി വെറും 100 കോടിക്ക് ടാറ്റ വാങ്ങിയെടുക്കുന്നു. 10,000 ടണ്ണിലധികം ഭാരമുള്ള മെഷീനുകളടക്കം ആ ഫാക്ടറി മുഴുവനായി പൊളിച്ചടക്കി കപ്പൽ വഴി ഇന്ത്യയിൽ എത്തിക്കുന്നു. എന്നിട്ട് പൂനെയിൽ അതേപടി വീണ്ടും സെറ്റ് ചെയ്തെടുത്തു. അവിടെ നിന്നാണ് ഇന്ത്യയുടെ സ്വന്തം കാർ അഥവാ ഇന്ത്യൻ കാർ എന്ന അർത്ഥത്തിൽ ടാറ്റ ഇൻഡിക്ക പിറക്കുന്നത്. രത്തൻ ടാറ്റ എന്ന ആ മനുഷ്യന്റെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും ഒന്നുകൊണ്ട് മാത്രമാണ് ടാറ്റ മോട്ടോഴ്സിനെ ഇന്ന് കാണുന്ന ഗ്ലോബൽ ലെവലിൽ എത്താൻ സാധിച്ചത്.